പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും കാര്യങ്ങളുമാണ് ഈ വീക്കെൻഡിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്നത്. ചർച്ചകൾക്കായി അമേരിക്കൻ, ഇറാനിയൻ പ്രതിനിധി സംഘങ്ങൾ ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകൾക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് മേഖലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. JD വാൻസും ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും മേഖലയിലെ മിഡിൽ ഈസ്റ്റ് എൻവോയിയായി ട്രംപ് നിയോഗിച്ചിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമാണ് US പ്രതിനിധി സംഘത്തെ ലീഡ് ചെയ്യുന്നത്. ഇറാനിൽ നിന്നും 71 അംഗ പ്രതിനിധി സംഘമാണ് എത്തിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിൽ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഗഫ് ഖലീഗഫ് അടക്കം, ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി അടക്കം, ടെക്നിക്കൽ സ്റ്റാഫുകളും സെക്യൂരിറ്റി പേഴ്സണൽസും മീഡിയ പേഴ്സൺസും നെഗോഷിയേറ്റേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘവുമായിട്ടാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളെ വെച്ച് കളിക്കാൻ ഇറാൻ ചർച്ചകളിലുടനീളം ശ്രമിക്കരുത് എന്നുള്ളതാണ്. അമേരിക്കയോട് കളിക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ അദ്ദേഹം മുഖവരയായി വെച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും അനുകൂലമായി ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ നിന്നു കൊടുക്കില്ല എന്നുള്ള കാര്യം ഇറാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇരു കക്ഷികൾക്കും അംഗീകരിക്കാവുന്ന ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ തങ്ങൾ അംഗീകരിക്കാം, അല്ലാത്ത പക്ഷം ചർച്ചകൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകില്ല. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി ഒരു ജർമ്മൻ ഫോറിൻ മിനിസ്റ്ററോട് ടെലിഫോണിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരു വിശ്വാസവും ഇല്ലാതെയാണ് തങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക തങ്ങളെ കൂടി ഈക്വലായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസമൊന്നും ഇറാനില്ല. പക്ഷെ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ ഉരുത്തിരിയുന്നത് എന്ന് നമുക്ക് നോക്കി കാണാം എന്നാണ് ജർമ്മൻ ഫോറിൻ മിനിസ്റ്ററോട് അബ്ബാസ് അറാഖ്ചി പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് JD വാൻസിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നതായി ട്രൂത്തിൽ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല JD വാൻസ് കൃത്യം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. US വൈസ് പ്രസിഡന്റ് ആണ്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അവിടെ ലെവി പിരിക്കുന്ന അല്ലെങ്കിൽ കരം പിരിക്കുന്ന തരത്തിലുള്ള ഇറാനിയൻ നിലപാടുകൾ അംഗീകരിക്കാൻ എന്തായാലും അമേരിക്കയ്ക്ക് താല്പര്യമില്ല, അമേരിക്ക അത് അംഗീകരിക്കില്ല. അപ്പൊ ആ ഒരു നിലപാടിലൊക്കെ ഇറാന് വിട്ടുവീഴ്ചകൾ വേണ്ടിവരും, അല്ലാതെ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ള സൂചനയാണ് ട്രംപ് ഈ ചർച്ചകൾക്ക് മുന്നോടിയായി US വെച്ച് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സന്ദേശമായിരിക്കും JD വാൻസ് ഇറാനോട് കൺവേ ചെയ്യുക എന്നുള്ളത് തീർച്ചയാണ്. ഇന്ത്യക്കാരടക്കം ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഭാവിയെ ഒക്കെ ബാധിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മീഡിയേഷൻ ടോക്കാണ് ഇസ്ലാമാബാദിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിനാണ് ഇസ്ലാമാബാദ് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത്. ഇസ്ലാമാബാദിൽ ഒരു കർഫ്യൂ പോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം. റെസിഡൻസിനോട് പോലും ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത്. സ്കൂളുകൾക്കും മറ്റും അവധി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസി സമൂഹത്തിന്റെ അവരുടെ ജീവനും ജീവിതവും ജോലിയും ഒക്കെ ബാധിക്കുന്ന ഈ ഒരു മധ്യസ്ഥ ചർച്ച അത് ഏറ്റവും അനുകൂലമായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാ കണ്ണുകളും ഇസ്ലാമാബാദിലേക്ക് തിരിയുന്നതാണ് ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാനുള്ള അപ്ഡേറ്റ്. ഇതിനിടെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ അബുദാബിയിൽ സന്ദർശനത്തിനായി എത്തിയ കാര്യവും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. 11, 12 തീയതികളിലാണ്, അതായത് ഇന്നും നാളെയാണ് ഡോക്ടർ S ജയശങ്കർ UAEയുടെ ഭരണ നേതൃത്വത്തെ കാണുക. മേഖലാ വിഷയങ്ങൾ അടക്കം ചർച്ച ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഇസ്ലാമാബാദിലേക്കാണ് എല്ലാ കണ്ണുകളും പോയി നിൽക്കുന്നത്. എന്തായാലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന.